എല്ലാ കൂട്ടുകാർക്കും ഷീ ഷെഫ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചില്ലി ഓംലെറ്റാണ്. അതിനു വേണ്ടി ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഞാൻ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു സ്റ്റൗ ഓൺ ആക്കി പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാനിലൊന്ന് ആകെ ചുറ്റിച്ചു കൊടുത്തിട്ട് മുട്ടയുടെ വേവാവുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതിലേറെ വീതിയിൽ വേണമെങ്കിൽ മടക്കിയെടുക്കുക കേട്ടോ. ഞാൻ കുറച്ചും കൂടി കട്ടിയിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് വീതി കുറച്ചിട്ടാണ് മടക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വീതിയിൽ മടക്കിയെടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക. എന്നിട്ട് അത് പാനിൽ നിന്നും എടുത്ത് മാറ്റി മറ്റേതും കൂടി ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊന്ന് തയ്യാറാക്കിയെടുക്കാം. മുട്ട പൊരിച്ചെടുത്ത ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ, പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. പിന്നെ വലിയ ഉള്ളി ചെറുതായി കൊത്തി അരിഞ്ഞതാണ്, അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പൊരിച്ച് വെച്ച ഈ മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മുട്ടയും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളികളൊക്കെ നന്നായിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇതൊന്ന് ഹാഫ് വേവ് ആകുമ്പോൾ അതുപോലെ മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതേപോലെ കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്കുള്ള മസാല കൂട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോസുകൾ ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ സോയ സോസും 2 സ്പൂണോളം റെഡ് ചില്ലി സോസും 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ മുട്ടയും കൂടി ഇതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക.
അതിനുശേഷം ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. മുട്ട കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.